ലഞ്ച് കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിലുണ്ട്, അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ദോശമാവ് ഉണ്ടേനു, അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ചോറൊന്നല്ല ഉണ്ടാക്കി എടുക്കുന്നത്, ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ അവിടെ ഉണ്ടാകുമ്പോൾ നല്ല സുഖാട്ടാ. ഈസി ആയിട്ട് എപ്പോഴാണ് വേണ്ടതെന്ന് ആ ഒരു സമയത്ത് നമുക്ക് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. എനിക്കങ്ങനെ ഉച്ചയ്ക്ക് ചോറ് തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തട്ട് ദോശ ആ ഒരു രീതിയിലാട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. തട്ട് ദോശ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെയ് റോസ്റ്റും ഇഷ്ടമാണ്, നേരിയതാക്കി ചുടുന്നതും ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ തട്ട് ദോശയാക്കി കഴിക്കുന്നതും ഇഷ്ടമാണ്. പക്ഷേ ഇതാകുമ്പോൾ ഒന്ന് ചുട്ടാൽ മതിയല്ലോ. പിന്നെ നല്ലോണം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. മടിയന്മാർക്ക് ഇരട്ടിപ്പണി എന്നാണല്ലോ. നമ്മൾ ഈ ഒരു ഫ്രൈ പാനിൽ നന്നായിട്ട് പിടിച്ചു പോയി ഈ ഒരു ദോശ. ഞാൻ വലിയ ഫ്രൈ പാൻ എടുക്കാനുള്ള മടി കൊണ്ട് ആ ചെറുതങ്ങ് എടുത്തതേനു. പിന്നെ അത് ഒന്ന് തട്ടി മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് സാമ്പാർ ചൂടാക്കാൻ വെച്ച് ഇപ്പുറത്ത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫ്രൈ പാൻ തന്നെ വീണ്ടും എടുത്ത് ഞാൻ നമ്മുടെ ദോശ ഒഴിച്ചു കൊടുത്ത് സമയം വെറുതെ വേസ്റ്റ്. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഈസി പണി ഒപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അന്ന് പണി കിട്ടും. ഒന്നാമത് ഞാൻ തിരക്കിനിടയിൽ വിശന്നിട്ട് വന്നിരുന്നതാണ് കഴിക്കാനായിട്ട്, അപ്പോഴാണ് ഇത്രയും വലിയൊരു പണി കിട്ടിയത്. അപ്പോൾ പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടില്ല. ആ ഒരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറേ പച്ചക്കറികൾ, കുറേ ഒന്നുമില്ല കുറച്ച് പച്ചക്കറികൾ വാടി ചുക്കി ചുരണ്ട് എൻ്റെ ഫ്രിഡ്ജ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ടൊരു സാമ്പാർ ഉണ്ടാക്കിയതാണ്. എന്തിനു പറയുന്നത്, ഇതിൽ നമ്മളെ സാലഡ് കക്കിരി വരെ കിടപ്പുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുണ്ടാക്കിയത്. എന്നാലും ആ ഒരു പച്ചക്കറി കളയാൻ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടി അങ്ങ് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഒരു ഉള്ളി തക്കാളിയൊക്കെ അങ്ങ് മുറിച്ചിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാമ്പാറാണ്. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. ഇത്രയ്ക്ക് ടേസ്റ്റോ, ഈ വാടിക്കുഴഞ്ഞ പച്ചക്കറിയും ആണ്. പിന്നെന്താണ് സാലഡ് കക്കിരി ഇട്ടിന്. പിന്നെ അതോടൊപ്പം ഞാൻ ഒരു പച്ചക്കായ, 2 പച്ചക്കായ ഫ്രിഡ്ജിലുണ്ടേനു. അതിലൊന്നങ്ങനെ വാടി ഏകദേശം പഴുത്ത രൂപത്തിലായതിനു, ഒന്ന് അത്രയും പഴുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളത് 2 പച്ചക്കായേനും കൂട്ടത്തിലുള്ളത്. പിന്നെ ഒരു മുരിങ്ങക്കായും ഉണ്ടായിരുന്നു, 2 വെണ്ടക്ക ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു പച്ചക്കറികളുള്ളത്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു സാമ്പാർ പൗഡറും കുറച്ച് കായപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് കൈമുളകും കടുകൊക്കെ പൊട്ടിച്ചിട്ട്, അപ്പോൾ ഇത്രയും ടേസ്റ്റോ. ഞാൻ തന്നെ കഴിക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടാ. എന്തായാലും ഈ ഒരു ഈസി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടപെടാന്ന് പറഞ്ഞിട്ട് രാവിലത്തെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ, കൂടുതൽ വാറ്റൽ പരിപാടികളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ ഉണ്ട്, കാർബ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ചാണ് ഇന്ന് കഴിക്കുന്നത്. പക്ഷേ എപ്പോഴും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഒന്നാമതേ തിരക്കാണ്ട് എന്താണോ കഴിക്കുന്നത് അത് വാരി വലിച്ച് കഴിക്കുന്നതാണ്. അതിനനുസരിച്ചിട്ട് തന്നെ നല്ലപോലെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഒന്നാമത് നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫുൾ ടൈം വെയിൽ കൊണ്ട് നിങ്ങൾക്കറിയാലോ നമ്മളിങ്ങനെ പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു സമയമായത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ സാമ്പാർ നല്ല ടേസ്റ്റ് ആയിട്ടാണ്. എന്താണ് ലഞ്ച് അടിപൊളിയല്ലേ. അപ്പോൾ അതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ.